അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഒരു വിഷയം ഓർക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരട്ടെ. നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം, നിന്റെ പദ്ധതികളെല്ലാം, 10 പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവെ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനു മേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരെ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവരെ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. 5:7 എന്താണ്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അവർക്ക് കരുണ ലഭിക്കും. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് കരുണ. ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും കരുണയൊക്കെ ഉപയോഗിച്ച്, അതായത് ദൈവത്തിനും സുവിശേഷം നിരക്കാത്ത ജീവിതം ജീവിക്കുന്ന, മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്നവരുടെയൊക്കെ കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പാപത്തിന് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി പറയുകയാണ്. അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു, ഏറ്റവും ഇപ്പം അത് അവരോടൊക്കെ കരുണ കാണിക്കണം, അങ്ങനെയുള്ള ക്രിസ്തുവിനെ അറിയാത്തവരോട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു കരുണയുടെ സുവിശേഷമുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ പറയാമായിരുന്നു, കരുണ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താ? സഭയ്ക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? സഭയെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയാണ്. എന്താണ്? ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക, ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക, ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ മിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ജീവശ്വാസമാണ് സഭയുടെ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വാർദ്ധക്യം വായിച്ച സഭയായിട്ട് മാറും. അപ്പൊ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? ക്രിസ്തുവിനെ കൈമാറുകയാണ്. ആ കാര്യം, കരുണ എന്ന മൂല്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പേ ഉള്ളതാ. അപ്പൊ ഒരു കരുണ, ലോകത്ത് മുഴുവൻ കരുണ ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? അല്ല, ക്രിസ്തു പോലും ദൈവത്തിന്റെ കരുണയാണ്. എന്തിനെ? ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ബലിദാനമാണ് ക്രിസ്തു. ആ കരുണയാണ്. അപ്പൊ നമ്മുടെ ഒരു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുമ്പോൾ ചില പീഡനങ്ങൾ ഉണ്ടാകും. ആ വെളിച്ചത്തിൽ വേണം അടിയിലുള്ള വചനം വായിക്കാൻ. മനുഷ്യർ കരുണ കാണിക്കുമ്പോൾ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തോട് കരുണ കാണിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനങ്ങള് സുവിശേഷ വിഹിതമായ സാക്ഷ്യത്തോട് ജീവിക്കുമ്പോഴേ, സുവിശേഷ വിഹിതമായ വിശ്വാസ കൈമാറ്റത്തിൻ്റെ കരുണ കാണിക്കുമ്പോഴേ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആഹ്ലാദിച്ചുല്ലസിക്കുവാൻ. അപ്പം അവിടെയും വന്ന് നിൽക്കുന്നത് വിശ്വാസ കൈമാറ്റം. കരുണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കരുണ ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. ക്രിസ്തുവിനെ കൈമാറിയാലല്ലേ ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഞങ്ങളുടെ കുടുംബത്തിന് സാക്ഷ്യമായി നിൽക്കാൻ സാധിച്ചതിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ട്രീസ ജോയ്. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ അമ്പഴക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കളാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 ജൂലൈ 27 എൻ്റെ മകൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അവൻ ഡിഗ്രി പഠനത്തിന് ശേഷം അയാട്ട എന്നൊരു കോഴ്സ് പഠിക്കാൻ പോയി. അതിനുശേഷം പിന്നെ കൊറോണ വന്നപ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥ. അങ്ങനെ പോകുമ്പോൾ അവൻ വേറൊരു കോഴ്സ് പഠിക്കാനായിട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ അവന് കിട്ടിയൊരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ്. അതിനവൻ അപേക്ഷിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവന് ആ പഠനത്തിന് വേണ്ടി സീറ്റ് കിട്ടി. അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ പഠനം തുടങ്ങി. പക്ഷേ അവിടുത്തെ പഠനം എന്ന് പറയുന്നത് അവൻ ഹോസ്റ്റലിലായിരുന്നു. ആദ്യമായിട്ട് ഹോസ്റ്റലിലേക്ക് മാറിയൊരു ബുദ്ധിമുട്ടുകളും പിന്നെ പഠനത്തിൻ്റേതായ സ്ട്രെസ്സൊക്കെ ആയപ്പോൾ അവന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ പഠനത്തിൽ അനുഭവപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാം എഴുതി. 7 പേപ്പറാണ് എഴുതേണ്ടത്. അവൻ എഴുതി. ഞങ്ങൾക്കറിയില്ലായിരുന്നു അവൻ പഠിക്കണോ എന്തോന്നുള്ളത്. കാരണം നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ പഠിപ്പിൽ അധികം ഇടപെടാറില്ലല്ലോ. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ
അവന് ഒരു വിഷയത്തിന് മാത്രമാണ് ജയിക്കാൻ പറ്റിയത്, ബാക്കി വിഷയങ്ങളൊക്കെ തോറ്റു. അപ്പം ഞങ്ങൾക്ക് ആകെ ഷോക്കായി. ഞാൻ പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് ചെന്നു, സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞത്, ഞങ്ങൾക്കങ്ങനെ മുതിർന്ന കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അമ്മച്ചി വിഷമിക്കേണ്ട, അവൻ പാസ്സായിക്കോളും, അവന് നല്ല കഴിവൊക്കെ ഉണ്ട്, പഠനത്തിൽ ചിലപ്പോൾ ഇത്തിരി സമയമെടുത്താലും അവൻ നന്നായി പഠിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നു. ഈ സമയത്താണ് എൻ്റെ മേമ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കുകയാണ്. അതിന് മുൻപ് ഉടമ്പടിയിൽ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല, മാതാവ് എവിടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ഇവൻ്റെ നിയോഗം വെച്ചു, മോനൊന്ന് ജയിച്ച് കിട്ടാനായിട്ട് എന്തായാലും ഈ കോഴ്സിന് ചേർന്നു, ഇതൊന്ന് പാസ്സാക്കി തന്നെ മാതാവി എന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചു. ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു, കാരുണ്യപ്രവൃത്തി, പ്രേക്ഷിത പ്രവർത്തനം. ഒപ്പം ഞാൻ ഇവന് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. മകനും നല്ല വിശ്വാസമായിരുന്നു, അമ്മ വിഷമിക്കേണ്ട, ഞാൻ പാസ്സാവും എന്നുള്ളൊരു ഉറപ്പ് അവനുണ്ടായിരുന്നു. കാരണം നല്ല ഈശ്വര വിശ്വാസത്തിലാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അവനും ആ ഒരു ദൈവവിശ്വാസത്തിൽ തന്നെയാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവൻ ഒരിക്കലും തളർന്നിരുന്നില്ല, അത് ഞങ്ങൾക്കൊരു പ്രത്യാശയായിരുന്നു. അങ്ങനെ അവൻ പിന്നെ അതിന് ശേഷം പിന്നീടാണ് അറിയുന്നത് സെക്കൻഡ് ഇയർ എക്സാം എഴുതണമെങ്കിൽ ഫസ്റ്റ് ഇയർ കൂടി പാസ്സാവണമെന്ന്. അപ്പോഴും വീണ്ടും വർഷങ്ങൾ പോവാണ്. സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ്സും കഴിഞ്ഞു, പ്രോജക്റ്റ് വർക്കും എല്ലാം അവൻ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ഈ പേപ്പറുകൾ പാസ്സാവണം, എന്നാലാണ് ആ കോഴ്സിൻ്റേതായ ഒരു കംപ്ലീഷൻ കിട്ടുള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിച്ചു, എല്ലാ കാര്യവും ഒരു പ്രാർത്ഥന പോലും മുടങ്ങാതെ ഈ അമ്മയിൽ ശരണം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ ഫസ്റ്റ് ഇയർ എക്സാമുകൾ ഓരോന്നായിട്ട് 3 പേപ്പറും ഒത്തിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായി, എന്നാലും അമ്മ മാതാവ് നടത്തി തന്നു. അവൻ ആ എക്സാമുകളൊക്കെ എഴുതി. അതിനിടയ്ക്ക് അവൻ അയ്യാട്ട കോഴ്സ് പഠിച്ചതുകൊണ്ട് എയർപോർട്ടിലൊരു ജോലിയും കിട്ടുകയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ നിന്ന് ഫസ്റ്റ് ഇയർ എഴുതാണ്. അത് കഴിഞ്ഞ് 6 മാസത്തിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ പേപ്പറുകളെല്ലാം ക്ലിയറായി, അമ്മ മാതാവ് നേടി തന്നു. അപ്പോൾ അവൻ പറയുകയാണ്, ഇനി ഈ ജോലി എനിക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആ ജോലി റിസൈൻ ചെയ്യിക്കുകയാണ്. അത് ഒരുവിധം നല്ല കയറ്റം വരുന്ന സമയത്താണ് റിസൈൻ ചെയ്തത്. അത് ഞങ്ങൾക്കൊരു ഇനി എന്താവും എന്നുള്ള കൂടുതൽ ഉത്കണ്ഠ ഉണ്ടായി. പക്ഷേ അവന് ബുദ്ധിമുട്ടുള്ള വിഷയത്തിന് ട്യൂഷൻ ഏർപ്പെടുത്തി. അവൻ്റെ അപ്പച്ചനും അതിനൊപ്പം ഞങ്ങളെല്ലാവരും അവന് സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ അവൻ വീണ്ടും സെക്കൻഡ് ഇയർ എഴുതാണ്. സെക്കൻഡ് ഇയർ പേപ്പറുകളും 2 വർഷം കൊണ്ട് 2 പ്രാവശ്യം അവൻ എഴുതിയുള്ളൂ. ആദ്യം 4 പേപ്പർ, പിന്നെ 2 എണ്ണം എഴുതി അവൻ അതിന് പാസ്സായി. അങ്ങനെ പാസ്സായി. പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ മാതാവ് അവൻ അന്ന് പരീക്ഷ കഴിഞ്ഞ അന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോവാണ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്നു. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവന് ജോലിക്ക് വിളിക്കുകയാണ്. എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ PRO ആയിട്ട് ജോലിക്ക് കയറി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിസൾട്ടും വന്നു. അവനെ മാതാവ് 2 വർഷത്തെ എല്ലാ പേപ്പറുകളും പാസ്സാവാനായിട്ട് സഹായിക്കുകയാണ്. പിന്നീട് അവൻ ആ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ ജോലി 6 മാസമൊക്കെ ആവാറായപ്പോൾ അവന് ആദ്യമേ തുടങ്ങി ഒരു ധൈര്യക്കുറവ് ഒരു ഇതുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെൻഷൻ വരും, ഒരു ധൈര്യക്കുറവ് പോലെ. അപ്പോൾ ഈ ജോലിയിൽ കൂടുതൽ പബ്ലിക്കായിട്ട് ഡീൽ ചെയ്യേണ്ടതാണ്. പിന്നെ അങ്ങനെ കുറേ ഇതൊക്കെ വന്നപ്പോൾ പിന്നെ നൈറ്റൊക്കെ എടുത്തപ്പോൾ അവന് ആ ജോലി പറ്റുമോ എന്നുള്ളൊരു പ്രതിസന്ധി വീണ്ടും വരാണ്. പക്ഷേ മാതാവ് ഓരോ പ്രതിസന്ധിയിലൂടെയും നമ്മൾ അതിജീവിക്കണം, അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അപ്പം ഞങ്ങൾ വീണ്ടും വിചാരിച്ചു, ഇനി എന്ത് ചെയ്യും? ഉള്ള ജോലി മറ്റേ എയർപോർട്ട് ജോലി അവന് ഇഷ്ടമായിരുന്നു, അപ്പോൾ അത് കളയുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്കിത് ഒട്ടും പറ്റില്ല എന്നും പറഞ്ഞ് ആ ജോലി അവൻ റിസൈൻ ചെയ്തു. അത് ഞങ്ങളെ ഒത്തിരി തകർത്തു. പക്ഷെ ഞങ്ങൾക്ക് മാതാവിൽ പ്രതീക്ഷയുണ്ടായിരുന്നു, ഇവന് ഇനി എന്ത് ചെയ്യും, ഇനി വേറെ ഹോസ്പിറ്റലിലേക്ക് കണ്ടുപിടിക്കണം ജോലി. അങ്ങനെ കുറച്ച് നാളൊക്കെ ഇവന് ഹോസ്പിറ്റലിൽ തന്നെ PRO അല്ലാത്ത വേറൊരു ജോലി, ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന് പോയി. അതിനിടയ്ക്ക് ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ജോലി സാധ്യത കൂടുതലുള്ളതാണ്. ഇവൻ ഇങ്ങോട്ട് പിൻവലിയുമ്പോഴും ഇവനെ വീണ്ടും ജോലിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവൻ്റെ ആ ഒരു ടെൻഷൻ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് അവന് ജോലിയിലേക്ക് കയറാനും പേടി. ആ അവസ്ഥയിൽ ഞങ്ങൾ എൻ്റെ കാര്യം പറഞ്ഞാൽ അവൻ്റെ അപ്പച്ചനും ഒരു ടെൻഷനും ഉണ്ടായില്ല, അതെല്ലാം ശരിയാക്കി തരും, നീ ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് എന്നെ ഒരു വചനം സഹായിച്ചത്, കർത്താവേ ഞങ്ങൾ ഇത് മുങ്ങി താഴാൻ പോകണേ, ഞങ്ങളൊന്ന് കരകയറ്റണേ എന്നുള്ള പത്രോസ്ലീഗ കൊടുങ്കാറ്റിൽ പെട്ട് പ്രാർത്ഥിച്ച പോലെ ഞാൻ എൻ്റെ കരമാര പിടിച്ച് വലിക്കുന്ന പോലെ. പിന്നെ ഈ ജപമാല ഞാൻ എപ്പോഴും രാത്രിയും പകലും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ അവൻ്റെ ആ ടെൻഷനൊക്കെ മാറ്റി ഒരു ജോലിയിലേക്ക് എത്തിക്കണേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇവനെ വീണ്ടും ജോലി ഒരു ജൂൺ മാസമൊക്കെ ആയപ്പോൾ അവന് എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റലിൽ ഒരു ജോലിക്ക് വിളിക്കുകയാണ്. അത് ദൈവം ഒരുക്കി തന്ന ഒരു സ്ഥലം പോലെയാണ് അവന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്.
പക്ഷെ അവന് അപ്പോഴും ഒരു സ്റ്റാർട്ടിങ് പറ്റുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവനെ നിർബന്ധിച്ചു, നീ പോന്ന് പറഞ്ഞു. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടും ഹോസ്പിറ്റലിലേക്ക് പോയില്ല. അപ്പം ഞാൻ മോളെയും കൊണ്ട് അന്ന് അവളുടെ നഴ്സിങ്ങിൻ്റെ ജോലി അവൾ പഠിച്ച് കിട്ടി. അപ്പോൾ അവളുടെ ഇൻ്റർവ്യൂവിന് പോയേക്കായിരുന്നു. അന്ന് ഞങ്ങൾ ടെൻഷൻ അടിച്ച് ഞാനും അവളും കൂടി പോകുമ്പോൾ അവൻ പോയിട്ടുണ്ട്, എന്താവോ മോളെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വചനം തന്നു. പ്രശാന്തമായ പുൽത്തകിടിയിലേക്ക് ഞാൻ നിന്നെ നയിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ പ്രശാന്തമായ ജലാശയത്തിലേക്ക് നിന്നെ ഞാൻ നയിക്കും. പുൽത്തകിടി, ആ പ്രശാന്തമായ ആ ജലസഞ്ചയം, ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരാണ്. ആ ഒരു വചനം എന്നെ അന്ന് മുഴുവനും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സാന്ത്വനമായിട്ട് വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2:30 ആയപ്പോൾ അവൻ വിളിക്കുകയാണ്, അമ്മ എന്നെ വഴക്ക് വരരുത്, ഞാനിവിടെ തന്നെ ജോലിക്ക് നിൽക്കുക, പക്ഷേ എനിക്ക് ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല, അപ്പോൾ ഹോസ്റ്റലിൽ ശരിയാക്കണമെന്ന്. അതുപോലെ തന്നെ ഞാൻ ആ പ്രാർത്ഥിച്ച വചനം പോലെ തന്നെ ഞാനപ്പോൾ വിളിച്ച് പറഞ്ഞു, അവനവിടെ നിന്ന് പോയി വരാൻ പറ്റില്ല, എന്തായാലും അവനവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും അവർ നല്ല സഹകരണവും സ്നേഹവും നല്ല ഒരു അന്തരീക്ഷം അവന് കിട്ടി. അവിടെ തന്നെ താമസിക്കാൻ ഹോസ്റ്റലിൽ ഫ്രീ ആയിട്ട്. അങ്ങനെ മാതാവ് അവിടേക്ക് എത്തിച്ചു. ഇപ്പോൾ അവൻ 4 മാസമായിട്ട് അവിടെ ജോലി ചെയ്യാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ആ ഭയപ്പെട്ട് നിന്ന മോൻ്റെ എല്ലാ ഭയങ്ങളും എടുത്തു മാറ്റി. ആദ്യം അവൻ അവിടെ ചെന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക. അപ്പോൾ അവൻ്റെ ഫോൺ വരുമ്പോൾ എനിക്ക് പേടിയാണ്, എന്താണാവോ അവൻ. പക്ഷേ ഇപ്പോൾ ഒന്നും വിളിക്കാറില്ല. അവൻ ആ ജോലിയായിട്ട് അവൻ അഡ്ജസ്റ്റായി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം, ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് വഴി ലഭിച്ച സാക്ഷ്യം. അവനിപ്പോൾ അവന് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയിൽ അതാണ് എനിക്ക് ഏറ്റവും വിഷമിപ്പിച്ചത്. അവൻ എപ്പോഴും പ്രാർത്ഥിക്കും, എപ്പോൾ അവസരം കിട്ടിയാലും കുർബാനയ്ക്ക് പോകും. പക്ഷേ മാതാവ് എന്താണ് അവൻ്റെ മോനെ ഇങ്ങനെ എന്നുള്ളൊരവസ്ഥ. പക്ഷേ അവനിലൂടെ ഞങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്തതെന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അവൻ ഉടമ്പടി എടുത്ത് ഇനി പ്രാർത്ഥിക്കണം. അത് തന്നെ അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തരും. അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കൂ എന്നുള്ളത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകളുടെയാണ്. നേഴ്സിംഗ് പഠനം കൊറോണ സമയത്തായിരുന്നു. വീട്ടിലേക്ക് ആദ്യം പോയി ഹോസ്റ്റലിലേക്ക്, വീണ്ടും ബാഗൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. ഓൺലൈൻ പഠനം. പിന്നെ അവൾക്ക് അതിൻ്റെ പഠനത്തിൻ്റേതായ സ്ട്രെസ്സും വിഷമങ്ങളൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരും. ഭക്ഷണം പറ്റില്ല. അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ അടുത്തുള്ള പ്രാർത്ഥന മുടക്കിയില്ല. കാരുണ്യപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യും. മോൾ പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ നേഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അവൾക്കും ജോലി ലഭിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ അവൻ ജോലി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ മാതാവ് ഞങ്ങളെ ഇന്ന് ഒത്തിരി അനുഗ്രഹിച്ച് ഇരിക്കുന്നൊരു നിമിഷമാണ്. ഇനി എനിക്ക് എന്നെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ 18 വർഷം അധ്യാപികയായിട്ട് ഒരു പ്രൈവറ്റ് കോളേജിൽ ജോലി ചെയ്തു. കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച്, മാതാവേ എനിക്കൊരു ഇത്രയും പഠിച്ച് BEd എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടായിട്ട് എനിക്കൊന്നും എത്താൻ സാധിച്ചില്ല. അതിൽ ഞാൻ നിരാശപ്പെടാറില്ല. എനിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കാണിച്ചു തരണേ മാതാവ് എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് വീട്ടിൽ തന്നെ ട്യൂഷൻ ഏർപ്പെടുത്തി മാതാവിനെ സഹായിച്ചു. ഇന്നും എനിക്ക് ആ ജോലിക്ക് പോയിരുന്നതിൻ്റെ ഇരട്ടി പൈസയാണ് ട്യൂഷനിലൂടെയൊക്കെ ലഭിക്കണേ. അങ്ങനെ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു. പ്രാർത്ഥനയിൽ ആളെയാണ് ഞാൻ അനുകരിക്കാറ്. കാരണം അത്രയും സജീവമായ വിശ്വാസം. ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ എല്ലാം കല്യാണം കഴിഞ്ഞാൽ വന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് വെറും 0-ൽ നിന്നാണ് തുടങ്ങിയത്, വാടക വീട്ടിൽ താമസിച്ച്. പക്ഷേ ഞങ്ങൾ അന്നും ദൈവത്തിൽ ആശ്രയിച്ചു. ഞങ്ങൾ ഇന്നും ദൈവം പരിപാലിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജോസഫ് അച്ഛൻ പറയാറുണ്ട് നമ്മുടെ വിശ്വാസം ആഴപ്പെടണമെന്ന്. വിശ്വാസം ആഴപ്പെടാനാണ് ഞങ്ങൾക്ക് ഈ പ്രതിസന്ധിയൊക്കെ ദൈവം തന്നത്. അത് ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും സമയങ്ങൾ വൈകിയാലും വിഷമങ്ങളുണ്ടായാലും മാതാവ് നടത്തി തരാണ്. അപ്പം ഞാൻ ജൂബിലി നമ്മുടെ റാലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ റാലിയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ സാക്ഷ്യം കുറേ വൈകാണ് മാതാവ്, എനിക്കൊന്ന് സാക്ഷ്യം പറയാനൊന്ന് ഒരുക്കി തരണേന്ന്. അതായിരുന്നു എൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ജപമാല റാലിയിൽ ഈ വർഷം പോന്നത്. അതിന് ദൈവം ഇന്ന് എനിക്കൊരു ദിവസം ഒരുക്കി തന്നു. അതെൻ്റെ ഒരു സാക്ഷിയാണ്. പിന്നെ ജപമാല റാലിയിൽ വന്നിട്ട് എനിക്ക് വീണ്ടും ഇനിയും വരണം എന്നുള്ളത് തന്നെയാണ്. എനിക്ക് എപ്പോഴും ആ ഒരു വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. രാത്രിയൊക്കെ ഉറക്കമൊഴിച്ച് യാത്ര ചെയ്യുമ്പോൾ ഛർദി തലവും. പക്ഷെ ഒന്നും എനിക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അടുത്ത വർഷം ഞാൻ ജപമാല റാലിയിൽ വരാൻ മാതാവിനെ സഹായിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി എനിക്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസവും പത്രം വാങ്ങിച്ച് റോഡുകളിൽ നടന്ന് വിതരണം ചെയ്യും. ഞാൻ ഓരോ പേപ്പറും എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങണത്. അപ്പം ഞാൻ പറയും, മാതാവേ ഇത് ആവശ്യമുള്ളവരെ എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരണേന്ന്. അതുപോലെ തന്നെ മാതാവ് എന്നോട് വളരെ സ്നേഹത്തോടു കൂടി എപ്പോഴും പോകാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ പത്രം അങ്ങനെ കൊടുക്കും. പിന്നെ പ്രേക്ഷിത വേല കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു വൃദ്ധസദനമുണ്ട്. അവിടെ ആഴ്ചയിൽ ഒരിക്കൽ പോവും.
തീർച്ചയായിട്ടും ഈ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വൃദ്ധസദനം ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഇപ്പോൾ അവിടെ ഓരോരുത്തർക്കും ഡേറ്റ് ഇട്ട് തന്നിട്ടാണ് സിസ്റ്റേഴ്സ് അവിടെ ഒരു ഉടമ്പടി എടുത്തവർ വന്ന് അമ്മമാരെ കുളിപ്പിക്കലും അവർക്ക് വേണ്ട കാര്യങ്ങൾ അലക്കൽ, അങ്ങനെ തുടക്കൽ, അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തരും. അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു. അത് ഞങ്ങൾ ചെല്ലുന്നത് നോക്കിയിരിക്കുകയാണ് അവിടുത്തെ അമ്മമാർ. അപ്പോൾ ചെന്നില്ലെങ്കിൽ എൻ്റെ മോള് വന്നില്ല എന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ ആ ഒരു പ്രേക്ഷിത വേല എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ അത് ആഴ്ചയിൽ ഒരിക്കൽ പോകും. പിന്നെ ദിവ്യബലി ഞങ്ങൾ മുടക്കാറില്ല. 5:30 മണിക്ക് എന്നും ഞങ്ങൾ 2 പേരും ദിവ്യബലിക്ക് മുടങ്ങാതെ പോകും. പ്രഭാതം കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവിൽ നിന്ന് ഞാൻ കാത്തിരിക്കുന്ന വചനം പോലെ ഞാൻ സമയം ഇടയ്ക്ക് നോക്കി അങ്ങനെ ഞാൻ ആ വചനത്തിൽ വിശ്വസിച്ച് ദൈവം എന്നും അൾത്താരയിൽ ഓരോ ദിവസവും മക്കളെ സമർപ്പിച്ച് ഞാൻ ഈ ഉടമ്പടി എടുത്ത എൻ്റെ സാക്ഷിയായിട്ട് എനിക്ക് 6 സഹോദരന്മാരുണ്ട്. അവരോടും പറയും സാക്ഷ്യം. ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്ന കാര്യം എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഉടമ്പടിയിൽ വിശ്വാസമാണ്. എന്നിലൂടെ അവരും എൻ്റെ ഒരാൾ വന്നിരുന്നു, ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും എനിക്ക് പറ്റാവുന്ന രീതിയിൽ. പിന്നെ ഞാൻ മതബോധന അധ്യാപികയാണ്. 18 വർഷമായിട്ട് ഞാൻ മതബോധനം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ 5ാം ക്ലാസ്സിലാണ് ആദ്യമേ തുടങ്ങി. മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ അനുഭവിച്ച ഈശോയെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത്രയും തീക്ഷ്ണതയോടെ എനിക്ക് ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. അമ്മ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യം ഇതിനെപ്പറ്റിയൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിന് മെയിനായിട്ട് മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. തൈലം എല്ലാ എക്സാമിന് മുന്നേ തൈലം തേച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായ അനുഭവം, എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ഒരിക്കലും ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലം ഭക്ഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര കരച്ചിലൊക്കെ വന്ന് സങ്കടം വന്ന ഒരു മാതാവ് സൗഖ്യപ്പെടുത്തിയ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ നല്ലൊരു ജോലി തന്ന അനുഗ്രഹിച്ചും മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 2025 ഞാൻ UK-യിലായിരുന്നു. എനിക്ക് ജോലി സംബന്ധിച്ച് തടസ്സമായിട്ട് ഒരു പ്രശ്നത്തിലായതുകൊണ്ടാണ് ഞാൻ മരിയൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഇന്ത്യയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തതിന് ഒരു 3.5 മാസമായപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ കോളിൽ വരികയും ഞാൻ പഠിച്ച ഫീൽഡിലുള്ള ഞാൻ ആഗ്രഹിച്ച റോള് തന്നെ അനലിസ്റ്റായിട്ട് എനിക്കൊരു ജോലി ലഭിക്കുകയും ചെയ്തു. ഞാൻ UK-യിലായിരിക്കുന്ന സമയത്ത് ഒരു 1.5 വർഷമായി ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴാണ് വിചാരിച്ചത് ഞാൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാനിങ്ങനെ ആപ്ലിക്കേഷനൊക്കെ ഓരോ ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ കൃപാസന മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഒക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ എപ്പോഴും ഓരോ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം. പക്ഷേ ഓരോ ജോലിയും വന്ന് എനിക്കിങ്ങനെ ഒരു ഫൈനൽ ഇതൊക്കെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് പറയും ഇതെനിക്ക് ശരിയാവില്ല, ഇതല്ല. എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും ഇതല്ല എൻ്റെ ജോലി, എനിക്ക് വേറെ എന്തോ ഒരു നല്ലൊരു ജോലി വരുന്നുണ്ടെന്ന്. അപ്പം എനിക്കിങ്ങനെ മാതാവ് എനിക്കിങ്ങനെ ഒരു ദർശനം തന്നുകൊണ്ടിരുന്നു. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയുടെ ലോഗോയിൽ ഒരു ബ്ലൂ കളറുള്ളൊരു ലോഗോ ആയിരിക്കും എന്ന്. അപ്പോൾ അത് മാതാവിൻ്റെ തന്നെ ഒരു ജോലിയാണ്, മാതാവിൻ്റെ കളറാണ്. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വന്നുകൊണ്ടിരുന്ന ജോലി, അതിന് മുന്നേ വന്നുകൊണ്ടിരുന്ന ജോലിയുടെ ഇൻ്റർവ്യൂ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു ജോലി എനിക്ക് ഓൾമോസ്റ്റ് ഓഫർ ലെറ്റർ കിട്ടിയതായിരുന്നു. പക്ഷേ എന്നിട്ട് അവരോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എന്തോന്ന് എനിക്കറിയില്ല, ഞാൻ ഫോർവേഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ആ ബ്ലൂ കളർ കമ്പനിക്ക് എനിക്ക് അങ്ങനെ വരും എന്ന് കരുതി ഞാൻ അത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് ഞാൻ സാഡായി. ഞാനിങ്ങനെ ചോദിച്ചു എന്താ മാതാവേ അത് വരാത്തത്, ഇനിയിപ്പോൾ ഞാൻ ഇതിന് പോകണോ അതോ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ എന്ന്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്ക് ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ ഒരു ദർശനം എനിക്കുണ്ടായി. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ടൂർ പോകുന്ന ഒരു സ്ഥലത്ത് ജോസഫ് അച്ഛനെ കാണാൻ ഇടയായി. അപ്പം ഞാൻ ജോസഫ് അച്ഛനോട് അങ്ങോട്ട് പോയി സംസാരിച്ചു, അച്ഛാ എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, എന്താവും, എനിക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു. എനിക്കൊന്നും ശരിയാവുന്നില്ല. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നെക്സ്റ്റ് ഡേ ആ മാതാവിൻ്റെ ആ ബ്ലൂ കളർ ലോഗോ ഉള്ള കമ്പനിയിൽ നിന്ന് എനിക്ക് കോള് വരുന്നത്. ഞാൻ പഠിച്ച ഫീൽഡിൽ ഞാൻ MBA ആണ് പഠിച്ചത്.
UK MBA പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളാണ് ജോബ് കിട്ടാൻ. അപ്പം നമ്മൾ ആഗ്രഹിച്ച ഒരു റോള് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇന്ത്യയിലും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച ഒരു റോള് അനലിസ്റ്റായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണത്. അവിടുത്തെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഓരോ ഇൻ്റർവ്യൂ സമയത്തും മാതാവിൻ്റെ ഉപ്പും തൈലും ഒക്കെ ഇപ്പം അവരുടെയൊക്കെ പേര് സൂമിൽ എഴുതി കാണിക്കുമ്പം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ മാതാവെ നീ ഇത് അവർക്ക് എന്നെ തിരഞ്ഞെടുക്കണമേ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓരോ സമയത്തും ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ പോലും ഞാൻ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടായിരുന്നു ഞാൻ ഇതെല്ലാം ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എനിക്കെല്ലാം 2 ഇൻ്റർവ്യൂ ലെവൽ ക്രാക്ക് ചെയ്ത് മൺഡേ ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇതെനിക്ക് മാതാവ് തന്ന ജോലിയാണ്. കാരണം ഞാൻ പണ്ട് എൻ്റെ മെറിറ്റിൽ എനിക്കൊരു ജോലി കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാനൊരു ഉടമ്പടി എടുത്തതിന് ഫലമായിട്ടാണ് എനിക്ക് ആ ഒരു പ്രോപ്പർ ജോലി കിട്ടുന്നത് തന്നെ. കാരണം ഇത്രയും നാളൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്. അത് മാതാവ് തന്ന ജോലി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ UK സമയത്ത് ഞാൻ അവിടെ റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, എല്ലാവർക്കും മാതാവ് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് മാതാവ് സ്വപ്നത്തിൽ വന്നിട്ടുണ്ട്, എൻ്റെ സിസ്റ്ററിന് അടയാളം കൊടുത്തിട്ടുണ്ട്. അപ്പം മാതാവ് എനിക്കൊന്ന് വന്നായിരുന്നെങ്കിൽ ഒരു തവണ ഞാൻ ആഗ്രഹിച്ചു. കാരണം ഞാൻ എപ്പോഴും വർക്കിന് പോകുമ്പം കുറേ കൊന്ത ചൊല്ലുമായിരുന്നു. 1 മണിക്കൂർ മുമ്പ് ഞാൻ ഒരു പള്ളിയിൽ പോയിട്ടിരുന്ന തൊട്ടടുത്ത് പള്ളിയുണ്ട്. അപ്പം ഞാൻ 1 മണിക്കൂർ മുമ്പ് ഇറങ്ങി ഒരു 5 കൊന്തയും പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടായിരുന്നു ഞാൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം മാതാവിനെ എനിക്കൊന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വരുമെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് മാതാവ് ഞാനിങ്ങനെ ഒരു 2:30 ആയിരുന്ന സമയത്ത്, ആ സമയം ഒരു ക്വൈറ്റ് സമയമായിരുന്നു കാഫേയിൽ. ഒരു കപ്പിൾ വരുവാണ്, ഒരു ലേഡി ആൻഡ് അവരുടെ ഹസ്ബൻഡ്. മാതാവ് ആയിരുന്നു അത്, ആ ഒരു വുമൺ. മാതാവ് ഒരു ബ്ലൂ കളർ ഒരു ടോപ്പും വൈറ്റ് കളർ സ്കേർട്ടും ആയിരുന്നു. മാധവനൊരു ഗ്രേ കളർ കണ്ണുമായിരുന്നു. ഞാനിത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, മാധവ് ഇങ്ങനെ കയറുന്ന സമയത്ത് ഭയങ്കര ഒരു മുല്ലപ്പൂൻ്റെ പെർഫ്യൂമായിരുന്നു ഫുള്ള്. അപ്പം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് ചിലപ്പോൾ പെട്ടെന്ന് വന്ന് പോയതായിരിക്കും. അല്ല, ഞാൻ ആ പുള്ളിക്കാരത്തി മാതാവ് ഇരുന്ന ചെയറിൻ്റെ അവിടെ ഫുള്ള് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ചോദിച്ച് പോകുമ്പോഴും മാതാവിൻ്റെ അടുത്തുനിന്ന് നല്ല മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് എൻ്റെ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാനേജറിനോട് ചോദിച്ചു, ഇത് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണോ, ഇത് അവരെ അറിയുമോ? കാരണം എൻ്റെ മാനേജറിനെ ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സിനെ അറിയാം അവരുടെ കഫേയിൽ വരുന്നത്. പക്ഷേ എൻ്റെ മാനേജർ കൺഫേം ചെയ്തു, ഇങ്ങനൊരാൾ ആദ്യമായിട്ടാണ് ഈ കഫേയിൽ വരുന്നത്. എന്നിട്ട് എൻ്റെ മാതാവ് എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ബിസി ആയതുകൊണ്ട് എനിക്കിങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ല. പക്ഷേ മാതാവിന് ദൂരേന്ന് മാതാവ് ഓർഡർ എടുക്കാനാണെങ്കിലും ഞാൻ ചില്ലിൽ നിൽക്കുമ്പോൾ പോലും മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ച്, ദൂരെയാണെങ്കിൽ പോലും എന്നെ കൈകൊണ്ട് വിളിക്കത്തില്ല, എൻ്റെ അടുത്ത് വന്നിട്ടാണ് മാതാവ് ഓർഡർ എടുത്തുകൊണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ. എന്നിട്ട് മാതാവ് എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഫസ്റ്റ് ഡേ മാതാവ് എനിക്ക് 3 തവണ മാതാവ് കഫേയിൽ വന്നാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ മാതാവ് ഒന്നുകൂടെ വരാമോ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഫസ്റ്റ് ടൈം എന്നെ വന്നപ്പം എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, യു ആർ വർക്കിംഗ് വെരി ഹാർഡ് എന്ന് പറഞ്ഞു. എന്നിട്ട് ടിപ്പായിട്ട് കുറേ പൈസയൊക്കെ, എപ്പോൾ വന്നാലും ടിപ്പായിട്ട് കുറേ പൈസയൊക്കെ വന്ന് ഈ ടിപ്പ് ജാറിൽ ഇട്ടിട്ട് പോവുമായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു മാതാവിൻ്റെ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി. പിന്നെ എനിക്ക് അല്ലാതെ പ്രാർത്ഥിക്കുമ്പം പള്ളിയിൽ സുഗന്ധാഭിഷേകങ്ങളും അല്ലാതെ ഇങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും ഈ സുഹൃത്ത് ജപമായിട്ട് ഇത് ചൊല്ലുമ്പോഴും എനിക്ക് ഈ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് എൻ്റെ അലർജി, എനിക്ക് ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിരുന്നു എനിക്ക് പാല് കുടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തുമ്മൽ ഒക്കെ വരും. എനിക്കത് UK നിന്ന് വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര കൂടുതലായി. എനിക്ക് എൻ്റെ ഫേവറേറ്റാണ് ചായ. അപ്പം എനിക്കത് കുടിക്കുമ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ചായ കുടിക്കണം. അപ്പം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ എനിക്കത് കംപ്ലീറ്റായിട്ട് മാറി. അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ ഇവിടെ ഞാൻ ഇന്ത്യയിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായി.
കാരണം എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായി, എനിക്ക് ഫറ്റീഗ് കണ്ടിന്യൂസ് ആയിട്ട്, അതുപോലെ ഭയങ്കര ക്ഷീണം, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ തളർച്ചയും എൻ്റെ തൈറോയ്ഡ് ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് തൈറോയ്ഡിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് എനിക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് തന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു സിനിമ കാണുന്നൊരു വ്യക്തിയാണ്. ഞാനപ്പം കുറേ സിനിമകൾ എപ്പോഴും ആൾക്കാരോട് ഞാൻ ഫോഴ്സ് ചെയ്യും, ഇത് കാണണം അത് കാണണം. പക്ഷേ ഞാനിപ്പോൾ കൂടുതലും എൻ്റെ ഫ്രണ്ട്സിനോട് ഇപ്പം എല്ലാവരോടും ഞാൻ പറയും, ഞാൻ ആരെ കണ്ടാലും ഞാൻ പറയും ഇങ്ങനൊരു മാതാവുണ്ട്. ഞാൻ യൂട്യൂബിൽ കുറേ ഷെയർ ചെയ്യും. ഒരു ദിവസമെങ്കിലും ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഇന്ന ആളോട് എൻ്റെ സാക്ഷ്യം പറയും. അതുപോലെ തന്നെ ഇവിടെ നടന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് കുറേ പേര് ഇതിപ്പം കൃപാസനം ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പം എൻ്റെ തമിഴ് ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ പറയും, ഞാൻ ആലപ്പി വരുമ്പം നിങ്ങൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പം കൂടെ ഒരു പിലിഗ്രിമും കൂടെ ഉണ്ട് ഇവിടെ, അപ്പം മാതാവിനൊന്ന് വന്ന് കണ്ടിട്ട് പോകണം എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതുപോലെ എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു. അതുപോലെ ഈ ഉടമ്പടിയിലൂടെ ഞാൻ ബൈബിൾ വായന, ഞാനിപ്പോൾ ഒരു കണ്ടിന്യൂസ് 30 മിനിറ്റോളം ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അതുപോലെ തന്നെ ഈ ഒരു കുരിശുവരയിൽ ഞാൻ ഭയങ്കര ഒരു ഇൻവോൾവായി. പണ്ട് കൊന്ത ചൊല്ലുമായിരുന്നു, പക്ഷേ അതിന് ഇടയ്ക്ക് പോട്ടെ നാളെ ചൊല്ലാം, അതൊക്കെ എനിക്ക് മാറി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, പക്ഷേ ഞാനിങ്ങനെ ലേറ്റായിട്ട് കിടന്നുറങ്ങിയൊക്കെ എണീറ്റ് വരുമ്പോൾ ഞാൻ മടി പിടിച്ചിട്ട് ചില സമയത്തൊക്കെ എനിക്ക് ആക്റ്റീവ് ആണെങ്കിലും പക്ഷെ എനിക്ക് പള്ളിയിൽ പോകാതെ മടി പിടിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഓരോ അത്ഭുതങ്ങൾ നടന്നപ്പോഴും ഈശോ എന്നെ കൂടുതലായിട്ട് വിളിക്കുന്നത് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പള്ളി പോകുന്ന ഭയങ്കരമായിട്ടും പാലിക്കാൻ തുടങ്ങി. അതൊക്കെയാണ് എനിക്ക് ഈശോയും മാതാവും തന്ന എൻ്റെ അനുഗ്രഹങ്ങൾ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ UK യിലായിരുന്നപ്പം എനിക്ക് അവിടെ ഒരു ജോലി ഇല്ലായിരുന്നു. ജോലിയുള്ള സമയത്ത് ഞാൻ എൻ്റെ പൈസ സേവ് ചെയ്തിട്ട് കുറച്ച് ഇവിടെ വഴിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കും. അവർക്ക് കുറേ സാധനങ്ങൾ എനിക്ക് ത്രിഫ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഞാൻ ചാരിറ്റിക്ക് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എൻ്റെ സാധനങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഒരു ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അവർക്ക് വേണ്ടി ഓരോരുത്തർക്ക് കാണുമ്പോഴും ഞാൻ അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത വിധിയായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് യൂട്യൂബിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ വരുന്ന ധ്യാനത്തിലെ കമൻറ്റ് സെക്ഷനിൽ ആൾക്കാർ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന അവർക്ക് വേണ്ടി ഓരോരുത്തരുടെയും പേരെടുത്ത് അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഓരോ നന്മ നിറഞ്ഞ മറിയമേ അവർക്ക് ചൊല്ലി എൻ്റെ നിയോഗത്തിനോടൊപ്പം അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പത്രം ഞാൻ ഇന്ത്യയിൽ വന്നപ്പം ഞാനിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഞാൻ തിരുവനന്തപുരത്താണ്, അവിടെ ഞാൻ ഹോസ്പിറ്റലുകളിൽ പോയി. അവിടെ ഒത്തിരി പേർക്ക് മാതാവിനെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു മാതാവ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒത്തിരി പേരോട് അവിടെ ഇങ്ങനെ ഒരു മാതാവ് ഉണ്ട്, ആലപ്പുഴയിൽ ഒരു മാതാവ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാനും. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും കയറി നിന്ന് ഒരു സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈമ, ഹസ്ബൻഡ് ബിനോയ്, മകൾ അനീറ്റ മരിയ, മകൻ കേവ് ആൻ്റണി, ഒരു മകനും കൂടിയുണ്ട്. അവൻ്റെ പേര് എയ്തൻ ജോസഫ്. അവൻ അബുദാബിയിൽ പഠിക്കുന്നു. ഞങ്ങൾ അബുദാബിയിൽ നിന്നും അഖണ്ഡ ജപമാല റാലി പങ്കെടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയാനും വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഇടവാംഗങ്ങളാണ്. ഞാൻ 2022 ഓഗസ്റ്റ് 30 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ വെച്ച എല്ലാ നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. അവരെല്ലാവരും കൂടെ ഇല്ലാത്തത് കൊണ്ട് അവർ വന്നതിന് ശേഷം ആ സാക്ഷ്യങ്ങളെല്ലാം പറയുന്നതാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ സാക്ഷ്യം, ഒന്നാമത്തെ സാക്ഷ്യം, എനിക്കൊരു കടബാധ്യതയുണ്ടായിരുന്നു. ഞാൻ 16 വർഷമായിട്ട് UAE ജോലി ചെയ്യുവാണ്. ഒരു പ്രൊജക്റ്റ് മാനേജറായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുവാണ്. എനിക്ക് നാട്ടിലെ ഒരു 72 ലക്ഷത്തോളം കടം വന്നു. അതൊന്നും ഞാൻ ദുർവിനിയോഗം ചെയ്തിട്ട് വന്നതല്ല. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് അവരെനിക്ക് തിരിച്ചു തരാത്തതിൻ്റെ പേരിൽ, എനിക്ക് കറക്റ്റ് സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാനൊരു കടക്കാരിയായി തീർന്നു. 2-3 വർഷത്തോളം ഞാൻ അതിൻ്റെ കുടിശ്ശിക മാത്രം 4000 ദിർഹംസോളം അടച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് അടയ്ക്കാൻ പറ്റാതെ ഞാൻ കുടുങ്ങിപ്പോയി. അങ്ങനെ അടവ് നിർത്തി. അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു കടം എനിക്കുണ്ടെന്ന് എൻ്റെ കുടുംബത്തിൽ പോലും ആർക്കും അറിയത്തില്ല. അങ്ങനെ അത് സെറ്റിൽമെൻറ്റിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചു.
അതവർ തന്നില്ല. കാരണം അത് പലിശയും കൂട്ടുപലിശയും ലേറ്റ് പേയ്മെൻറ്റും എല്ലാം കൂടി 3 ലക്ഷത്തോളം ദിറംസായി. അത്രയും പൈസ അടച്ചു തീർക്കാനുള്ള വഴിയില്ലാത്തത് കൊണ്ട് ഞാനത് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചപ്പോൾ നിയോഗം വെച്ച് എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നും ബാങ്കുകാർ വിളിക്കുന്നു, വഴക്കും തെറിയും എല്ലാം പറയുന്നു. നാട്ടിൽ പോകാൻ പറ്റില്ല, ട്രാവൽ ബാൻ ആകും, പോലീസ് കേസാകും. അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം പോലും നമുക്ക് മനസ്സമാധാനത്തോടെ നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല. ഒരു 3-4 വർഷം ഞാൻ നാട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അവിടെ ട്രാവൽ ബാൻ ഉണ്ടാകുമ്പോൾ എമിഗ്രേഷൻ കഴിയുന്നത് വരെ മനസ്സമാധാനത്തോടെ നമുക്ക് വരാൻ പറ്റില്ല. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒരു ദിവസമെങ്കിലും ഒരു മലയാളി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവരോട് പറയാമായിരുന്നു, ഈ പൈസ എനിക്കൊന്ന് അടച്ചു തീർക്കണം. ഓൾറെഡി 16 വർഷമായി UAE-ൽ ഇനി എത്ര കാലം നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഈ കടം വീട്ടിയതിന് ശേഷം തിരിച്ച് നാട്ടിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചൊരു സമയത്ത് ഒരു മലയാളി എന്നെ വിളിച്ചു. ആ സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പൈസ ഒന്ന് അടച്ചു തീർക്കണം നാട്ടിൽ പോകുന്നതിന് മുമ്പ്. അപ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു, ഒരു 80,000 ദിറംസ് അടച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ എടുത്ത വഴിക്ക് പറഞ്ഞു, 3 ലക്ഷം ദിറംസ് ഉണ്ടല്ലോ, അത് 80,000 എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ 80,000 അടച്ച് ക്ലോസ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് പറയണ്ട, മാതാവിനോട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടതാണെന്ന്. അങ്ങനെ ഞാൻ 80,000 രൂപ അടയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ മെയിൽ അയച്ചു. ഒരുപാട് തവണ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്, അതെല്ലാം റിജക്ഷനാണ് വന്നത്. പിന്നെ ഞാൻ മാതാവിൻ്റെ കാശിലും വെച്ച് പ്രാർത്ഥിച്ചും മാതാവിൻ്റെ ഉപ്പ് കഴിച്ചും മാതാവിൻ്റെ ഉടമ്പടി തൈലം ഇമെയിലും പുരട്ടിയിട്ട് ഞാൻ ഇമെയിൽ അയച്ചു. 80,000 വെച്ച് ഞാൻ ക്ലോസ് ചെയ്യാമെന്ന്. അത് അവർ അപ്രൂവ് ആക്കി തന്നു. അങ്ങനെ 80,000 രൂപ അടച്ച് എൻ്റെ ഇത്രയും വലിയൊരു കടത്തിൽ നിന്ന് തന്നെ മാതാവ് രക്ഷിച്ചു. ഈ പ്രാവശ്യമാണ് മനസ്സമാധാനത്തോടു കൂടി എമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ സമാധാനത്തിൽ വരുന്നതും ഇനി അടുത്ത ആഴ്ച ഞാൻ തിരിച്ചു പോകും. അന്നേരം എനിക്ക് സമാധാനത്തിൽ പോകാൻ പറ്റുന്നതും. ഇത്രയും വലിയൊരു കടബാധ്യതയിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഇത്രയും കടബാധ്യതയൊക്കെ ഉണ്ട്. എനിക്ക് മോള് BDS-ന് പഠിക്കുന്നു, ഒരു മകൻ അബുദാബിയിൽ പഠിക്കുന്നു. അപ്പം ചെറിയ മകനും കൂടെ അബുദാബിയിൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് ഞാൻ കേരളത്തിൽ വിട്ടു 2 പേരെയും പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ നിയോഗം എഴുതി വെച്ചു. ചെറിയ മോനും കൂടെ അബുദാബിയിൽ ഒരു അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ 2 മകനെയും അബുദാബി പഠിപ്പിക്കാം, അല്ലെങ്കിൽ 2 പേരെയും കേരളത്തിൽ പഠിപ്പിക്കാമെന്ന്. അങ്ങനെ അബുദാബിയിൽ എല്ലാ സ്കൂളിലും ഭയങ്കര ഫീസാണ്. ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ, അബുദാബി ഇന്ത്യൻ സ്കൂൾ. അവിടെ ലോട്ട് ഇട്ടിട്ടാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം ഒരു കാരണവശാൽ നമുക്ക് കിട്ടാൻ ഒരു വഴിയുമില്ല. എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് അവൻ നിയോഗത്തിൽ എഴുതിയിട്ടു അവന് അബുദാബി ഇന്ത്യൻ സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടണമെന്ന്. അങ്ങനെ സ്ലിപ്പ് സമർപ്പിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഡ്രോപ്പ് ബോക്സിന് ചുറ്റും ഉടമ്പടി തൈലം പൂശുകയും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ആ സ്ലിപ്പിൻ്റെ ഉള്ളിലും ഞാൻ ഉപ്പിട്ടിട്ടാണ് ആ ഡ്രോപ്പ് ബോക്സിലിട്ടത്. എന്നിട്ട് മാതാവിൻ്റെ ഇടപെടലിലൂടെ എൻ്റെ കൊച്ചിന് നറുക്ക് വീണു. അങ്ങനെ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടതാണ്. കേരളത്തിൽ വിട്ട് പഠിപ്പിക്കേണ്ട, കാരണം ഞങ്ങളെല്ലാവരും UAE-ലാണ്, പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം കേരളത്തിൽ പഠിപ്പിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ മാതാവ് ഇടപെട്ട് അവനും അഡ്മിഷൻ കിട്ടി അബുദാബി ഇന്ത്യൻ സ്കൂളിൽ. അങ്ങനെ എനിക്ക് 2 മക്കളെയും അവിടെ പഠിപ്പിക്കാനുള്ള അവസരം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കൂടെ ഒരുക്കി തന്നു. അതിനും 1 കോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ മോള് +2-ന് പഠിക്കുമ്പോൾ എല്ലാ വിഷയത്തിനും A+ കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവൾക്ക് ആദ്യം മുതലേ MBBS-ന് പോകണമെന്നും നീറ്റ് എഴുതണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ +2-ന് ഫുൾ A+ കിട്ടാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവൾക്ക് +2-ന് ഫുൾ A+ കിട്ടി. 6 പേർക്കാണ് A+ കിട്ടിയത്. +1-ൽ അതിൽ ഒരാൾ അവളായിരുന്നു. +2-ലും അവൾക്ക് A+ കിട്ടി, അവൾ പാസ്സായി. അങ്ങനെ നീറ്റ് എഴുതിയപ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അവൾക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് കൊടുത്ത് അവളെ അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് MBBS മാത്രമേ ഉള്ളൂ ഓപ്ഷൻ, സെക്കൻഡ് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞങ്ങളാകെ ബുദ്ധിമുട്ടി. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഉടമ്പടിയിൽ നിയോഗം വെച്ചതും അവൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തരണമേ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവൾക്കാണെങ്കിൽ അബ്രോഡിൽ പോയി പഠിക്കാൻ താല്പര്യവും ഇല്ല, കേരളത്തിൽ തന്നെ കിട്ടുകയും ചെയ്യണം. അങ്ങനെ നീറ്റിൻ്റെ എക്സാം എല്ലാം ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് റിസൾട്ട് വന്നതൊക്കെ. അങ്ങനെ എന്തോ കൊച്ചിന് മാർക്ക് കുറഞ്ഞു പോയി. അങ്ങനെ MBBS-നുള്ള അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ ഞാൻ മാതാവ് നിയോഗം വെച്ചത് അവൾക്ക് അനുയോജ്യമായ കോഴ്സ് കിട്ടണമെന്നായിരുന്നു. പക്ഷേ അവൾക്ക് ആ സമയത്ത് അച്ഛനും പറഞ്ഞിരുന്നു പിള്ളേർക്കും ഇപ്പം പരീക്ഷ എഴുതുന്ന പിള്ളേർക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ അവളും ഉടമ്പടി എടുത്തു. അവൾ ഉടമ്പടിയിലായിരുന്നു. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് അവൾക്ക് അനുയോജ്യമായ കോഴ്സിന് പോകാൻ വേണ്ടിയിട്ട് BDS-ഉം കൂടി അവൾ ഓപ്ഷൻ വെച്ചു. എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. എൻ്റെ ഉടമ്പടി അമ്മ സ്വീകരിച്ചു.
അവൾ BDSനും കൂടെ ഓപ്ഷൻ വെച്ചു. അങ്ങനെ BDS കിട്ടി. അങ്ങനെ അവളെ BDSന് ചേർത്തു. അവൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണ്. ഇന്നലെ റിസൾട്ട് വരുന്ന വിചാരിച്ചാണ്, റിസൾട്ട് വന്നില്ല ഫസ്റ്റ് ഇയറിൻ്റെ. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാൻ വന്നത്. ഇനി റിസൾട്ട് വന്നതിന് ശേഷം മോൾ വന്ന് സാക്ഷ്യം പറയുന്നതാണ്. അവളിപ്പോൾ BDS ഇഷ്ടപ്പെട്ടു. BDS ആണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് MBBSന് ഇനി BDS ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ MBBSന് പോകാൻ വേണ്ടി ജോർജിയയിൽ എക്സാം കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഫീസ് അടച്ച് ഫസ്റ്റ് ഇൻടേക്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് അബ്രോഡിൽ പോയി പഠിക്കേണ്ട. അങ്ങനെ ഇരിക്കുമാണ് അബ്രോഡിൽ പഠിച്ച ഒരു കുട്ടിയുടെ പിതാവ് ഇവിടെ സാക്ഷ്യം പറയുന്നത് കേട്ടത്. അബ്രോഡിൽ പഠിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കുന്നു, അതുകൊണ്ട് അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ കേരളത്തിൽ തന്നെ നല്ലൊരു കോളേജിലെ പുഷ്പഗിരി കോളേജിൽ അവൾ BDSന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ബാക്കി എല്ലാ സാക്ഷ്യങ്ങളും ഓരോ പ്രാവശ്യമായിട്ട് ഞാൻ വന്ന് പറയുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് ആത്മീയമായിട്ടുള്ള വളർച്ചയാണ്. ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കുടുംബപരമായിട്ട് ഒരുപാട് വളർന്നു. എനിക്ക് 45 വയസ്സായി. ഈ 42 വർഷം വരെ ജീവിച്ചതുപോലെയല്ല ഈ 3 വർഷം ഞങ്ങളിപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുന്നത് ഇന്ന് കൊന്ത ചെല്ലണ്ട, അതൊക്കെയായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഒരുമിച്ചെടുക്കുന്ന തീരുമാനം എല്ലാവരും കൂടി ഒരുമിച്ച് കൊന്ത ചെല്ലാം, ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലാം, പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാം, എല്ലാവരും പ്രാർത്ഥിക്കും. ഇവരെൻ്റെ ചെറിയ മോൻ പോലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. അവനും ഭയങ്കര വിശ്വാസമാണ്. അവനാണെങ്കിൽ ഒരു അസുഖം വന്നാൽ പോലും ഒരു മരുന്ന് വായിലേക്ക് ഇറക്കത്തില്ല. മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപ്പും മാത്രമാണ് അവൻ്റെ മരുന്ന്. എന്ത് അസുഖം വന്നാലും അവൻ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് അവൻ തന്നെ സ്വന്തം എടുത്ത് കഴിക്കും. അപ്പോൾ ഞാൻ പറയും മമ്മി തന്നാലേ മാറുള്ളൂ, മോൻ കഴിക്കണം, അമ്മ തരാമെന്ന് പറഞ്ഞാലും കൊച്ചു പറയും ഞാൻ പ്രാർത്ഥിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞ് കൊച്ചു തന്നെ അത് കഴിക്കും. അപ്പോൾ ഉടമ്പടി തൈലവും കൊണ്ടും കാശ് രൂപ ഇതെല്ലാം നമുക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. അത് നമ്മളതിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയതെന്ന്. അങ്ങനെയാണ് എൻ്റെ ആത്മീയമായ വളർച്ചകൾ. പിന്നെ ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കും. ഒരു 8 നോമ്പ് പോലും ഞാൻ എടുത്തിട്ടില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുകയും 8 നോമ്പും 25 നോമ്പും 50 നോമ്പും എല്ലാം എടുക്കും. നല്ല വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്. ഇന്ന് രാവിലെ അച്ഛൻ പറഞ്ഞതുപോലെ ഇടപെടാതെയുള്ള ഒട്ടും ഗ്യാപ്പില്ലാത്ത വിശ്വാസത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നും കുടുംബ പ്രാർത്ഥനയോടുകൂടി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം എൻ്റെ മോള് ഉടമ്പടിയാണ്. ഇന്ന് 3 പ്രാവശ്യം അവൾ റിന്യൂ ചെയ്തു. 3 പ്രാവശ്യമൊക്കെ മാതാവിനെ കിട്ടി. അവളുടെ കൂടെ മാതാവുണ്ട്. അപ്പോൾ ഞങ്ങൾ മരണം വരെ കുടുംബം ഒരുമിച്ച് ഉടമ്പടിയിൽ മുമ്പോട്ട് ജീവിക്കുമെന്ന് ഞാൻ ഇതിനാൽ ഉറപ്പ് വരുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. പത്രത്തിൻ്റെ കൂടെ കൊന്തയും കാശ് രൂപവും മാതാവിൻ്റെ ഫോട്ടോയൊക്കെ പ്രിൻ്റ് എടുത്ത് പ്രാർത്ഥനയിൽ ലാമിനേഷൻ ചെയ്ത് എല്ലാം കൂടിയാണ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. അതുപോലെ അച്ഛൻ്റെ യൂട്യൂബിലുള്ള ധ്യാനങ്ങളും എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച മുടങ്ങാതെ കൂടും. ഡെയിലി ബ്രെഡ് ഒരു ദിവസം പോലും മുടങ്ങാതെ അച്ഛൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കും. അത് എല്ലാവർക്കും ഷെയർ ചെയ്യും. അച്ഛൻ പറയുന്ന എല്ലാ തിരുവചനങ്ങളും സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സുവിശേഷപ്പെട്ടി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. മോള് ഹോസ്റ്റലിൽ പോയപ്പോഴും ആ സുവിശേഷപ്പെട്ടിയാണ് അവൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഡെയിലി ബ്രെഡ് പറയുന്ന എല്ലാ തിരുവചനങ്ങളും സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സുവിശേഷപ്പെട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബൈബിൾ വായിക്കും. എല്ലാ ദിവസവും ബൈബിൾ ഒരു തവണ മുഴുവൻ വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 2ാമത് വായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് നമ്മൾ അബുദാബിയിലായതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാരുണ്യപ്രവർത്തികളൊന്നും ഹോസ്പിറ്റലൊന്നും പോയി ചെയ്യാൻ പറ്റില്ല. എങ്കിലും ആരെങ്കിലും അറിയുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവരെ കാണുകയും പരിചരിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ അവരെ നമുക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുത്ത് അവരെ അനുഗ്രഹിക്കും. അങ്ങനെ കാരുണ്യപ്രവർത്തി ചെയ്യാൻ ഒരു അവസരം ഇല്ലാതിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സ്റ്റാഫ് ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് അറിഞ്ഞു. ഞാൻ അവിടെ പോയി. ഞാൻ ആ സ്റ്റാഫിനെ കൂട്ടിക്കൊണ്ട് എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു. ആ ചേട്ടനെ ഞാൻ ചികിത്സിച്ചു. വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ആ ചേട്ടനെ കുളിപ്പിക്കുക വരെ ചെയ്യണമായിരുന്നു. അതെല്ലാം ഞങ്ങൾ ചെയ്ത്, ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ ചെയ്ത് ആ ചേട്ടനെ വേണ്ട എല്ലാ പരിചരണങ്ങളും ഞാൻ നടത്തി. ടിക്കറ്റ് എടുത്ത് നാട്ടിൽ കയറ്റി വിട്ടു. അങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിച്ചു. പിന്നെ നമുക്ക് ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയിട്ട് ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. മീനങ്ങാടിയിലൊരു ജ്യോതിഭവൻ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ മാനസിക രോഗികൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ പോവുകയും കുടുംബപരമായി പോവുകയും അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ അബുദാബിയിലാണെങ്കിലും വഴിയരിയിൽ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കും. ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. അങ്ങനെ നമ്മളാൽ കഴിയുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ഒന്നടങ്കം ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് തവണ നമ്മുടെ തിരിയിൽ മാതാവിൻ്റെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ ഹൃദയം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. റോസാപ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് മാതാവിൻ്റെ രൂപം എപ്പോഴും ഉണ്ടായിരിക്കും. റോഫിൻ ഡിക്സൺ. ഞാൻ വരുന്നത് മാഹി സെൻറ്റ് തെരേസ ബസിലിക്കയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്
30/10/2021 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു 3-4 ലോണ് എൻ്റെ പേരിലുണ്ടായിരുന്നു. ബിസിനസ് ലോണാണ്. ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് കർണാടക ബാർകോഡ് ടെക്നോളജീസ്. ബാർകോഡ് പരമായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ബിസിനസ്സിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു 8 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുകയുണ്ടായി. അപ്പം ആ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ബിസിനസ്സിൻ്റെ ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ലോൺ എടുത്തത്. അതിനുശേഷം 2022 മറ്റൊരു ലോണ്, ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ മറ്റൊരു ലോണും, അതുപോലെ തന്നെ വീണ്ടും ഒരു 4 ലക്ഷം രൂപയുടെ വേറൊരു ലോണും കൂടെയായിട്ട് അങ്ങനെ ആകെ ഒരു 16 ലക്ഷത്തോളം ലോണ് എടുക്കുകയുണ്ടായി. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് എൻ്റെ കൂടെ 2 പേര് ഉണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് ഒരാൾ ആദ്യം 2022 ജൂൺ മാസത്തോട് കൂടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നു. അതേ തുടർന്ന് രണ്ടാമത് കൂടെ ഉണ്ടായിരുന്ന ആൾ, ഈ ആദ്യത്തെ ആൾ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ ആളുടെ അപ്പൻ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ആളിവിടെ ആലപ്പുഴക്കാരനാണ്, ചേർത്തലയാണ്. അപ്പം വയ്യാത്തൊരു പെങ്ങളും ഉള്ളത് കാരണം അവന് ബാംഗ്ലൂരിൽ എൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ പുള്ളി നാട്ടിലേക്ക് വരേണ്ട സാഹചര്യം വന്നപ്പം ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടുത്തെ സെയിൽസും ഡെലിവറിയും ഇത് കാര്യങ്ങളൊക്കെ നോക്കാൻ ഒറ്റയ്ക്ക് പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ലൈഫ് എന്താ പറയുക, ഒരു ഇരുട്ട് പിടിച്ച പോലെ മാറാൻ തുടങ്ങി. അങ്ങനെ കടബാധ്യതകൾ വന്ന് തിരിച്ച് ഈ ലോൺ അടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു. സ്വാഭാവികമായിട്ടും കിട്ടുന്ന പേയ്മെൻറ്റുകൾ റൊട്ടേഷനായി തുടങ്ങി. ഈ ചെറിയ പൈസകളിൽ ലോൺ അടക്കും, സപ്ലയർമാരുടെ പേയ്മെൻറ്റ് കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഞാൻ ടൈറ്റായി. അങ്ങനെ ഇനി എന്താവും എൻ്റെ മുന്നിലുള്ള അവസ്ഥ എന്നറിയാതെ ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടു. ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായി. ലോണുകാരുടെ വിളി വരും, സപ്ലയർമാരുടെ വിളി വരും, കസ്റ്റമർ വിളിക്കുമ്പോൾ സാധനം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ 2022 തൊട്ട് 2023 ആയപ്പോഴേക്കും എൻ്റെ ബിസിനസ് അവിടെ അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പം ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിലെ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഞാൻ തുടങ്ങിയതായിരുന്നു. കാരണം എനിക്ക് നാട്ടിലും ഇതേപോലെ തന്നെ ഒരു ബിസിനസ് ഞാൻ പാർട്ട്ണറുമായിട്ട് ചേർന്ന് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം തിരിച്ചെൻ്റെ പാർട്ട്ണറുടെ അടുത്തൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞു, വീട്ടിലും സംഭവം പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ, എൻ്റെ കാലിന് വയ്യാത്തൊരാളാണ് ഞാൻ, എൻ്റെ കാല് വലത്തേക്കാൾ ഒരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടതാണ്. അപ്പം എന്നെ ഒറ്റയ്ക്ക് നിർത്താൻ വീട്ടുകാർക്കും അവിടെ തീരെ താല്പര്യമില്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ ഞാൻ എല്ലാ മാസവും ഞാൻ കൃപാസനത്തിൽ വരും, ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ജോസഫ് അച്ഛനെ 1-2 പ്രാവശ്യം ഇതേ ലോണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കാണാനുള്ള അവസരം എനിക്ക് കിട്ടി. ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് കാശ് രൂപം തന്നു. പക്ഷേ എൻ്റെ ഉടമ്പടി അന്നൊന്നും അത്ര കൃത്യമായിരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും, പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അങ്ങനെ 2023 നവംബർ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ബാംഗ്ലൂർ നിൽക്കാനുള്ള സാഹചര്യം ഇല്ല, കാരണം അത്രയും ഞാൻ ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലുള്ള പാർട്ട്ണറുടെ അടുത്തോ ഓഫീസിലോ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക്, അതായത് സ്വയം ഞാൻ ഉൾവലിഞ്ഞ് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ആരുമായിട്ടൊരു കണക്ഷനില്ല, പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അങ്ങനെ സാഹചര്യത്തിലേക്ക് ഞാൻ ഒതുങ്ങിപ്പോയി. അങ്ങനെ 2024 ആയപ്പോഴേക്കും ഈ ലോണുകൾ, ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ നിർത്തിയിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. അങ്ങനെ നാട്ടിലെ പാർട്ട്ണറായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ വീണ്ടും നാട്ടിൽ പാർട്ട്ണർഷിപ്പിലായിട്ട് ഞാൻ ഇത് തുടരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ബാംഗ്ലൂരിലെ ക്ലയൻസ് മൊത്തം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരു ആൾക്കും ഓർഡർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി, കാരണം എനിക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായി മാറി. അങ്ങനെ 2024 ആയപ്പോഴേക്കും ഈ പറഞ്ഞ ആദ്യത്തെ എടുത്ത 8 ലക്ഷം ലോണിൽ ഏകദേശം 6 ലക്ഷത്തോളം അടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അവർ വിളിച്ച് എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് വക്കീൽ നോട്ടീസ് അയച്ചു. ഞാനത് ലീഗൽ നോട്ടീസ് റിപ്ലൈ കൊടുക്കാമെന്ന് ഞാൻ നിന്നില്ല. അങ്ങനെ അത് കേസായിട്ട് മാറി. അവസാനം ഒരു ലെറ്റർ വീട്ടിൽ വന്നു. മെയ് മാസം 1-ാം തീയതി, മാതാവിൻ്റെ വണക്കമാസം തുടങ്ങുന്ന ആ ദിവസം വീട്ടിലൊരു നോട്ടീസ് വന്നു. സെപ്റ്റംബർ 4-ാം തീയതിക്കുള്ളിൽ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ കൽക്കട്ട കോടതിയിൽ വന്നിട്ട് ജാമ്യം എടുക്കണം, അത് വാറണ്ടായിട്ട് മാറും എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ ചെറിയ ചെറിയ തുകകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അത് കേസായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷേ വല്ലാത്ത വിഷമമുണ്ടായി. മാതാവിൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെയോ ഞാൻ പറഞ്ഞ് പിണക്കമൊക്കെ ഞാൻ ഉണ്ടായി, മാതാവുമായിട്ടും ഈശോയായിട്ടൊക്കെ ഞാൻ അകലാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. എൻ്റെ ഉള്ളിൽ
കുറ്റബോധം നിറഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥനയിലേക്ക് മുഴുകി. അങ്ങനെ സെപ്റ്റംബർ 4-നാണെങ്കിൽ സെപ്റ്റംബർ 2-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ പാർട്ട്ണർ പറഞ്ഞു, ശരി നമുക്കെന്തായാലും ഇത് ഒന്ന് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു നോട്ടീസ് വന്ന കേസ് ഞാൻ ബിസിനസ് ക്ലോസ് ചെയ്യാൻ തുടങ്ങി. മീൻസ് ഈ ഒരു ലോണ് അടക്കാനുള്ള തുക സഹായിച്ചു തന്നിട്ട് അങ്ങനെ അമ്മ മാതാവ് വഴി എനിക്ക് ആ ഒരു ലോൺ എമൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയാണ്. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഇന്ന് ജയിലിലോ മറ്റോ ആയിട്ടുണ്ടാവുന്നു. കാരണം വേറെ ഒരു വഴിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ രണ്ടാമത്തെ ലോണ് ഒരു ഡിസംബർ മാസമായപ്പോഴേക്കും രണ്ടാമത്തെ ഒരു ലോൺ അടക്കാനുള്ള പണവും എനിക്ക് കാരണം അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2024 ഏകദേശം ഏപ്രിൽ മെയ്യോടെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ബിസിനസ് പാർട്ണർക്ക്, നാട്ടിലുള്ള ബിസിനസ് പാർട്ണർക്ക് ഞാനൊരു വാക്ക് കൊടുത്തു, ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാ കസ്റ്റമറെയും ഞാൻ തിരിച്ച് പിടിച്ച് കൊണ്ടുവരാം, ബാംഗ്ലൂരിൽ പോയിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാം, പക്ഷേ എനിക്ക് ഈ ലോൺ ക്ലോസ് ചെയ്യാനുള്ള ഒരു കാര്യം എനിക്ക് സഹായിച്ച് കിട്ടണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ വീണ്ടും ബാംഗ്ലൂരിലെ ഓരോ കസ്റ്റമറായിട്ട് ഞാൻ പിടിച്ച് കൊണ്ടുവന്നു. ഇന്ന് ആ നഷ്ടപ്പെട്ടു പോയ കസ്റ്റമറിൽ 75%, 80%ഓളം കസ്റ്റമർ ഇന്ന് നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഓർഡർ എടുത്ത് ഇപ്പോൾ സാധനം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് 1000 നന്ദി അമ്മ മാതാവിന് ഈശോനും കരയറ്റുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ലോണ് കഴിഞ്ഞ 2024 ഡിസംബറോട് കൂടി ക്ലോസ് ചെയ്തു. മൂന്നാമത്തെ ലോൺ ഉണ്ടായിരുന്നു, അതും ഇതുപോലെ ഒരു പൈസ അടച്ച് തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലോണും ഇതേപോലെ തന്നെ ബിസിനസ് വഴി തന്നെ വീണ്ടും ഒരു മാർച്ച് മാസം കഴിഞ്ഞ 2025 ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി ആ ഒരു ലോണും അടച്ചു തീർത്തു. അങ്ങനെ എൻ്റെ 3 ലോണുകളും അമ്മ മാതാവിൻ്റെ ഈശോയുടെയും ഈ കൃപാസന സന്നിധിയുടെയും വലിയ സഹായത്താൽ എനിക്കത് പൂർത്തിയാക്കി അടച്ചു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു കോൾസും ഈ പറഞ്ഞ ലോണുകാരുടെ വിളിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സമാധാനമായിട്ട് എനിക്കെൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുടുംബത്തിലും ഇതിൻ്റെ പേരിൽ ഒരുപാട് അസ്വസ്ഥതകൾ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിൽ മുഴുവൻ എൻ്റെ ഈ ഒരു അവസ്ഥ പെട്ടെന്ന് ആർക്കും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനൊക്കെ അവരെ വേദനിപ്പിച്ച് പോയതിനും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു പോയതിനും എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു. അത് ഇന്ന് സമാധാനത്തോടു കൂടെ കുടുംബം മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്കൊരു പഴയൊരു കാറായിരുന്നു, എൻ്റെ പപ്പ വാങ്ങിച്ചൊരു കാറായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കൂടെ പോകാനുള്ള ഇരിക്കാനുള്ള സൗകര്യം അതിലില്ലായിരുന്നു. അതും ഞാൻ പ്രതീക്ഷിക്കാതെ നമ്മുടെ തന്നെ പാർട്ട്ണർ ഉപയോഗിച്ചിരുന്ന വലിയ കാറുണ്ടായിരുന്നു. ആ കാറ് പെട്ടെന്ന് കാണാൻ അവൻ പറയുന്നത് ഞാൻ വേറെ കാർ എടുക്കാൻ പോകുന്ന, നിനക്ക് ഈ കാറ് വേണമെങ്കിൽ നീ എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 7 പേർക്കോളം അതിൽ സഞ്ചരിക്കാൻ പറ്റുന്നൊരു വലിയ കാറ്. ആ കാറ് വിചാരിക്കാത്ത നിമിഷത്തിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കത് കിട്ടിയത്. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുകയാണ്. ഇതൊന്നും എൻ്റെ പ്രാർത്ഥനയുടെ ഫലമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ടും അതിൻ്റെ എല്ലാ നന്ദിയും ഞാൻ മാതാവിനും ഈശോയ്ക്ക് കരകയറ്റുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഓടിയിട്ടുണ്ട്. കാരണം ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ വൈകുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. പക്ഷേ ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരിക്കലും മടുപ്പ് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ മാതാവിനോട് ഈശോടൊക്കെ അടികൂടിയിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോൾ ചെയ്തു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നാൾ ദൈവം അതിൻ്റെ വില കണ്ടെത്തി ഞങ്ങളറിയാതെ, കാരണം അത് ദൈവം തന്നതാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ ദൈവം സഹായിക്കും. പക്ഷെ നമ്മളെ തിരിച്ചറിയില്ല അത് ദൈവം തന്ന അനുഗ്രഹമാണെന്ന്. അതുപോലെയാണ് എൻ്റെ ജീവിതത്തിലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉടനെ കിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദൈവം പരീക്ഷിച്ചുകൊണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൽ, നീ ഇതിന്ന് മാറിപ്പോവോ, ഇതിന്ന് തെന്നിപ്പോവോ. പക്ഷേ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം വഴി എല്ലാവർക്കും ഈ പത്രം, അത് ഏത് മതമായിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, ഓട്ടോക്കാർ ബാംഗ്ലൂരിലായിക്കോട്ടെ, കന്നഡ പത്രം, ഇംഗ്ലീഷ് പത്രം ഒക്കെ വാങ്ങിച്ച് പള്ളി വിട്ട് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ പിന്നെ ഞാൻ കുറച്ച് നാൾ ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു. അപ്പം എല്ലായിടത്തും പോയിട്ട് ഞാൻ രാവിലെ പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് നേരെ പോകും ഈ പത്രം കൊടുക്കാനൊക്കെ ആയിട്ട്. ഒരുപാട് ആളുകൾ കൊടുക്കും. ചില ആൾക്കാർ ചോദിക്കുന്നവർക്ക് ഈ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പോകേണ്ടത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ ഈ പത്രം വഴിയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് എൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, കൃപാസനത്തിനോട് ലഭിച്ച അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടും ഞാൻ ഈ കൃപാസനത്തിലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് അവിടെയുള്ള, ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള സമയത്ത്, കാരണം അപ്പോഴും കടമുണ്ട്, പക്ഷെ എന്നാലും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പൈസ, ഏതെങ്കിലുമൊക്കെ സർവീസ് ചെയ്ത പൈസയൊക്കെ ചിലപ്പം 1000-2000 കിട്ടുമ്പോൾ ഞാൻ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറേ ബിസ്ക്കറ്റുകളും കുറേ അവിടെ ഒരു ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളുണ്ട്, ഓട്ടിസം ബാധിച്ച കുട്ടികളെ നടത്തുന്ന സിസ്റ്റേഴ്സ് നടത്തുന്നൊരു ഇതുണ്ട്.
അവിടെ പോയിട്ട് ആ കുട്ടികൾക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഞാൻ വാങ്ങിക്കും, പലഹാരങ്ങളായിട്ടും അവർക്ക് വേണ്ടുന്ന, അതായത് ക്ലീനിങ് പ്രൊഡക്റ്റുകൾ, ബാത്റൂം ക്ലീനിങ്, അത് കുട്ടികൾക്ക് വേണ്ട സോപ്പ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരു 10 എത്രയാണെന്ന് നോക്കുന്നില്ല, ആ ഒരു തുക കൊണ്ട് എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട്, ചിലപ്പോൾ ഇല്ലാത്ത പൈസ ഞാൻ ചിലപ്പോൾ ആരുടെ വാങ്ങിച്ചിട്ടൊക്കെ, കാരണം സങ്കടം അത് പോയി കാണുമ്പോൾ, അങ്ങനത്തെ മക്കളൊക്കെ പോയി കൊണ്ടുപോയി കാണുമ്പോൾ അവരിങ്ങനെ കൈ നീട്ടുമ്പോൾ, നമ്മൾ മുന്നിലേക്ക് വന്ന് കൈ നീട്ടുമ്പോഴൊക്കെ വല്ലാത്തൊരു വേദനയാണ്. അപ്പോൾ ആ മക്കൾക്ക് എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ അവിടെ ഉള്ള സമയത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. തിരിച്ച് നാട്ടിൽ വന്നപ്പോഴും ഇതുപോലെ തന്നെ വൃദ്ധസദനമുണ്ട് വീടിൻ്റെ അടുത്ത്. അപ്പോൾ ആ വൃദ്ധസദനത്തിൽ പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, മീൻസ് എന്നാൽ കഴിയുന്ന ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പം ഒരു ചായക്കുള്ളതായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലുമൊക്കെ പോയിട്ട് മേടിച്ച് കൊടുത്ത് കുറച്ച് സമയം അവരെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇതെൻ്റെ വീട്ടുകാർക്കറിയില്ല ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളി പോകുന്നുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ഈ കാര്യങ്ങൾ ഇന്ന് വരെ അവർക്ക് അറിയത്തില്ല. അപ്പം ഇത് ആരോട് പറയേണ്ട കാര്യമല്ല, എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു നന്മ പ്രവൃത്തിയാണ് ഇതൊക്കെ. അത് ഈ ഉടമ്പടി വഴി ഈ ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഈ പറയുന്നത്. ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക, ഇതിന് മുമ്പിട്ടൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. നമ്മൾ കാണും ചില ആൾക്കാർ പൈസ ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിക്കും. പക്ഷേ ഇന്ന് ഒരാൾ എൻ്റെ മുന്നിൽ വന്നിട്ട് പൈസയ്ക്ക് ചോദിക്കണം, പൈസ ആയിട്ട് ഞാൻ കൊടുക്കില്ല, പകരം ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ഉടമ്പടി വഴിയാണ് എൻ്റെ ജീവിതം ഒരുപാട് വിശദീകരിക്കപ്പെട്ടത്. ഒത്തിരി സമയം ഈശോയുടെ സന്നിധിയിൽ, അതായത് നമ്മുടെ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശോയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഇഷ്ടമാണ്. ഈ കുർബാന കഴിഞ്ഞ് നമ്മൾ ഒത്തിരി സമയം, ഒരു 10, 20, 25 മിനിറ്റോളം നമ്മൾ ആ പള്ളിയിൽ തന്നെ ഇരുന്ന് ദൈവത്തെ നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ പറയുക, നമ്മുടെ ഭാരങ്ങൾ ഏറ്റു പറയുക, ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് നന്ദി പറയുക. ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു എനർജി ഉണ്ട്. കാരണം അത് പോരാതെ നമ്മൾ ഈ നിത്യാരാധന ചാപ്പലിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുക, കൊന്ത ചൊല്ലുക, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാധ്യമായത് ഈ ഉടമ്പടി വഴിയാണ്. അതുപോലെ എന്നും കുർബാനയ്ക്ക് പോകാനുള്ളൊരു പ്രചോദനം എനിക്ക് ലഭിച്ചത് ഈ ഉടമ്പടി എടുത്തത് വഴിയാണ്. എന്നും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കും. എവിടെ യാത്ര ചെയ്ത് വന്നാലും രാവിലത്തെ സമയമാണെങ്കിലും, അല്ലെങ്കിൽ രാവിലെ പോകാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരത്തെ കുർബാനയ്ക്കെങ്കിലും പോകാൻ ശ്രമിക്കും. അഥവാ ഏതെങ്കിലും യാത്രയാണെങ്കിൽ മാത്രം അത് മുടങ്ങാറുണ്ട്. അപ്പം ഇത്ര